ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് ഡൈ കിറ്റ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊരു കെമിക്കൽ ഡൈ കിറ്റാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് മോഡലിലുള്ള ഡൈ കിറ്റ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. അതിന് ഞാൻ സെലക്ട് ചെയ്തത് ഇത് ഇൻഡിഗോ മോഡലിലുള്ളതാണ്. ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഡൈയിങ് ടെക്നിക്കാണ്. ട്രൈ കളർ ഡൈയിങ് പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് ഡൈയിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡൈ കിറ്റ്. ഞാൻ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്. ഇതിൽ 3 ബോട്ടിൽസ് ഇങ്ങനെയുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഒരു മാനുവൽ ഉണ്ട്. പക്ഷേ ഞാൻ അത് നോക്കി ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി അറിയാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഡൈയിങ് ഒക്കെ. പക്ഷേ അതെല്ലാം നാച്ചുറൽ ഡൈസ് ആയിരുന്നു. ഡൈ ബാത്ത് എല്ലാം വെച്ച് 2-3 ദിവസത്തെ പ്രോസസ്സാണ്. അതെല്ലാം ഉണങ്ങി ഒരു കളർ ഇട്ട് ഉണക്കി പിന്നെ അതിലേക്ക് വേറെ കളർ ടൈ ചെയ്ത് അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ക്വിക്ക് മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇവിടെ കാണിക്കുന്നത്. 3 ബോട്ടിൽസിന് ഡൈ പൗഡർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻഡിഗോ കളറാണ്, പിന്നെ വേറെ 2 കളേഴ്സും കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഈ ഡൈ പൗഡേഴ്സിൽ നമ്മൾ വെള്ളം ഒരു 3/4 ഭാഗം ഒഴിക്കാം. ഓരോ ബോട്ടിലും വെള്ളം നിറച്ചിട്ട് വേണം ഇത് നമുക്ക് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കിറ്റിലുള്ള സാധനങ്ങൾ കുറച്ച് റബ്ബർ ബാൻഡ്സ് ഉണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഗ്ലൗസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിൽ ടീഷർട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതാണ് റബ്ബർ ബാൻഡ്സ്. അതിൽ തന്നെ ഉണ്ട് ഈ ബാൻഡ്സ്. കുറേ വേണം, നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുക. അത് ടൈ ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ടീഷർട്ട് ഇങ്ങനെ ഫ്ലാറ്റാക്കി വെച്ചിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് വേണം ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാൻ. അതിലുണ്ടായിരുന്ന ഗ്ലൗസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഗ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ലൂസായിട്ട് നിൽക്കില്ല, നമുക്കിത് ഹോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനത്തെ ഗ്ലൗസാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ്. അപ്പോൾ അധികം സൈഡൊന്നും അങ്ങനെ ഹാങ് ചെയ്യാത്ത വിധത്തിൽ വേണം. എല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഹോൾഡിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ആ ഓരോ റബ്ബർ ബാൻഡിൻ്റെ ഇടയിലേക്കും അത് ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോൾ അത് ഹാങ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തോന്നുന്ന പോലെയാണ് കേട്ടോ. അത് പ്രത്യേകം എത്ര വേണമെന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് റബ്ബർ ബാൻഡ്സ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ഒരു സർക്കുലർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റും അതിൻ്റെ മേലെ ഒരു നെറ്റ് മോഡലിൽ എന്തെങ്കിലും ആയാലും മതി. ഞാനിതൊരു ലോണ്ടറി ബാസ്ക്കറ്റിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ 2 ഹാങ്ങേഴ്സ് വെറുതെ വെച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തിനാ വെച്ചാൽ ഡൈ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അത് അടിയിൽ കൂടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴേക്ക് അത് ഡ്രിപ്പായി പോകണമല്ലേ നല്ലത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കളർ ഞാൻ എടുത്തു, ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ബോട്ടിലിൽ നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കണം അതുപോലെയാണ് അതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത്. കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് കളറാണ് വരിക. കുറച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ, ഒരു ഹാഫ് ബോട്ടിലാണ് ഒഴിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഡാർക്ക്നെസ് ഉണ്ടാകും. കൂടുതൽ ഹാഫ് ബോട്ടിൽ എബോവ് ആണെങ്കിൽ ലൈറ്റർ ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ബോട്ടിൽസിലും ഞാൻ ഹാഫ് ബോട്ടിൽ എബോവ് ആണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഡൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കളർ എടുത്തിട്ട് ഞാൻ മറ്റേ പോർഷനിലേക്ക് 3 ഡിവൈഡ് ചെയ്തിട്ട് 3 പോർഷനിലാണ് ഞാനിത്. ഇപ്പോൾ 4 കളേഴ്സ് ഉണ്ടെങ്കിൽ 4 ഡിവൈഡ് ചെയ്തിട്ട് 4 പോർഷനാക്കി അങ്ങനെ നമുക്ക് ഡൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ എനിക്ക് വൈറ്റ് കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വൈറ്റ് കൂടുതൽ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിലാണ് 3 കളേഴ്സ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഫോൾഡിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഡൈ ഇറങ്ങുന്ന വിധത്തിൽ വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് കളറും ഞാനിവിടെ കഴിഞ്ഞു. ബോട്ടിൽ കാലിയാവാറായി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഈ ഓരോ ഡൈയും നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 3rd പോർഷനാണ് അപ്ലൈ ചെയ്യുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് സ്കൈ, ഇൻഡിഗോ ആൻഡ് ഗ്രേ. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് സ്കൈ കളേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഡൈ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും എൻ്റെ ഡൈ ഇവിടെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ സൈഡിലേക്ക് കൊടുക്കുന്നില്ല. മറ്റേ സൈഡിലും കൂടെ കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് പോർഷൻസ് കുറഞ്ഞ് കിട്ടും. പക്ഷേ ഞാനിത് വൈറ്റ് പോർഷൻ കൂടുതലും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഡൈ തീർന്നത് കൊണ്ടാണ് വൈറ്റ് പോർഷൻ കൂടുതലാവുന്നത്. അപ്പോൾ ഞാനിവിടെ ഫുൾ ഡൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി 24 hours നമ്മൾ വെക്കണം. 24 ഹവേഴ്സിനുള്ളിൽ എടുത്തിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഡൈ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിനിമം 24 hours എങ്കിലും അത് മാറ്റി വെച്ചാലേ അതിൻ്റെ റിസൾട്ട് നന്നായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇത് ബൈ പ്ലീസ് നോട്ട് ടീഷർട്ട് കിറ്റിലുള്ളതല്ല, ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഐ എം സോ എക്സൈറ്റഡ്. ഇത് എങ്ങനെ ഇരിക്കും, ഇതിൻ്റെ എൻഡ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. റണ്ണിങ് വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. ഞാൻ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അപ്പം അറിയാം. ഗ്ലൗസ് വെയർ ചെയ്യുക. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മുടെ ഡൈ ചെയ്ത് റെഡിയാക്കി വെച്ച ടീഷർട്ട് പുറത്തേക്ക് എടുത്തു. തൊട്ട് നോക്കിയപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ ആവുന്നില്ല കേട്ടോ. ഡൈ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ് ടീഷർട്ടിൻ്റെ. ഇതാണ് എൻഡ് റിസൾട്ട്. വൈറ്റ് പോർഷൻ കുറച്ച് കൂടുതലാണ്
വൈറ്റ് പോർഷൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഡൈ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഡൈ അപ്പോഴേക്കും തീർന്നു, അതുകൊണ്ടാണ് എനിക്ക് വൈറ്റ് പോർഷൻ കൂടുതലായിപ്പോയത്. നെക്സ്റ്റ് ടൈം 2 കിറ്റെങ്കിലും വാങ്ങേണ്ടി വരുന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ ഞാനിത് വെയർ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ 2 സ്ലീവിൽ നന്നായിട്ട് ഡൈ കളർ വന്നിട്ടുണ്ട്. ബോഡി പോർഷനിലാണ് വൈറ്റ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ടൈം എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായല്ലോ. സോ ഇതാണ് ഡൈയിങ് പ്രോസസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ